അച്ഛാ ഓ ഇതൊന്ന് സൈൻ ചെയ്തേക്കണേ. ആ ശരി. നേർന്നട മോനെ. അമ്മ ഒന്ന് അനങ്ങായിരുന്നേ. ഈ പാട്ടാ എപ്പോഴും ഇതൊക്കെ തന്നെ. അത് മാറ്റിയോ? ആ മോഹൻലാൽ ഉള്ളപ്പോഴാ. നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ പക്ഷെ നീ ഉണ്ണാതെ ഉറങ്ങാതെയും കുത്തിയിരുന്ന് പഠിച്ച് അസുഖം വരുത്തി വെക്കരുത് കേട്ടാ. ഞാൻ ആവശ്യത്തിന് ഉണ്ണുന്ന ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അച്ഛന് വെറുതെ തോന്നിയ. അച്ഛന് തോന്നി. പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനും മോളും കൂടെ ഗിരിജയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അവിടെ പോയി സുഖമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിൽ പോണോ ഫ്ലൈറ്റിൽ പോണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും. ഇല്ല അമ്മമ്മ? ഫ്ലൈറ്റിൽ മതിയടി മോളെ. അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ അല്ലേ? ഈ പാട്ടൊന്ന് മാറ്റി ആ പഴയ പാട്ടൊന്ന് വെച്ചടി. ഇല്ല മാറ്റില്ല. റിമോട്ട് സൂപ്പറാ നോക്കിയാച്ചാ. ഓ ഇതെങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത്? എന്തൊരു ഇടിയല്ലേ. എന്തോന്നാ അമ്മ. വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞേ. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. സിസ്റ്ററെ ഇതെന്താ ഡയറ്റാണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ, നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. ഇന്നത്തെ എങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയ? വാടാ, ഞങ്ങളിപ്പോ തുടങ്ങിയോളൂ. ഇരിക്കും. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിന് ഇനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നു. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ, ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വല്ലപ്പോഴും 2 റൗണ്ട് ഓടുവോ, കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടിയെ പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാനെ. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണം. നീ ഒന്ന് ട്രൈ ചേട്ടാ ഒന്ന് വന്നേ. അമ്പിളി വരണേ, പെട്ടെന്ന് വേണം. എന്ത് പറ്റി? 23-ലെ പേഷ്യന്റ് വയലന്റാ. പിടിച്ചിട്ടാണേ നിക്കുന്നില്ല, ഭയങ്കര ബഹളം. പെട്ടെന്ന് വാ, വന്നിട്ട് കഴിക്കാം. വാ, പെട്ടെന്ന് വാ. അല്ല നീ കഴിച്ചോ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സിസ്റ്റർ വാ. മീന് മാറി മാറി. ഒന്നുമില്ലടാ. വന്നേ മക്കളെ വന്നേ.
പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ കുറേ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ്. ആ ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. ആ അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ? നോക്കല്ലേ? അല്ല, ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂടാ ലോകതോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും മിനിച്ചപ്പോ കണ്ടതാ. അതെ, അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്ന് പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ, അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പ കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഞാൻ വേണ്ടണം. പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ. നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം മാതകഹാസം മാധവമാസം മൗനാചരണം മദീനി സുമുഖി അണയൂ സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ, എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ അതല്ല, അതല്ലേ? ഇത് യൂസഫ് അലി കേച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണെങ്കിലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ, അവര് തമ്മിൽ സെറ്റായോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല, എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്ക് ആരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? ഇത് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓ പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. Tasteful face brings delight to my heart. Intoxicating smile is like the month of Madhava. Please stop your verb of silence. Hey beauty, come closer dear. The one with eyes like water lilies. ഹലോ. ഹലോ അമ്മാമ. ആ ഷീജമോളെ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഗിരിജയായിരിക്കുന്നു. കുഞ്ഞുവാവയൊക്കെ ഉറങ്ങിയോ മോളെ? അയ്യോ എന്ത് ബഹളമായിരുന്നെന്ന് അറിയാമോ അമ്മാമ്മ? ഇപ്പൊ അങ്ങോട്ട് ഉറക്കി കിടത്തിയേ ഉള്ളൂ. അമ്മാമ്മ, പുഷ്പേട്ടനെ ഇന്നലെ മെനഞ്ഞാന്ന് അവിടെ വന്നായിരുന്നോ? പുഷ്പരാജ ഇന്നും ഇന്നലെ ഒന്നും വന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്താ മോളെ കാര്യം? വന്നില്ലേ? അല്ല, 2-3 ദിവസമായി പോയിട്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ രവി, ഷീജമോളാ, പുഷ്പരാജൻ കുറച്ച് ദിവസമായി വീട്ടിൽ ചെന്നിട്ടെന്ന്. നീ ഒന്ന് ചോദിച്ചേ. ദാ എന്താ മോളെ പുഷ്പരാൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. പുഷ്പേട്ട അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഇവിടെ വന്നില്ല. അവനിവിടെ വരുന്ന പതിവൊന്നും ഉള്ളതല്ലോ. വന്നില്ലേ? അവൻ എവിടെ പോയതാന്നാ പറഞ്ഞേ? കൂട്ടുകാരന്റെ അച്ഛനെ കിണറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി പോയതാ, പിന്നെ വന്നില്ല. വെള്ളിയാഴ്ച രാത്രി കൂട്ടുകാരൻ അച്ഛൻ കിണറ്റി വീണെന്ന്. കിണറ്റി വീണവരെ രക്ഷിക്കാൻ ഇവനാര്? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോ? ഒരു തൊട്ട് വെള്ളം കോരാൻ അറിയാത്തവനാ. കിണറ്റിച്ചാടിയവരെ രക്ഷിക്കാൻ പോയേക്കണം. അവൻ വല്ലതും എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ കുടിച്ചു കൂത്താടി നടക്കുകയായിരിക്കും. അവൻ ഒരു കിണറ്റിലും വീണിട്ടില്ല, തോട്ടിലും വീണിട്ടില്ല. എന്റെ അടുത്ത് ഇതുവരെ പുഷ്പേട്ടൻ കള്ളം പറഞ്ഞിട്ടില്ല. അച്ഛ, എന്തെങ്കിലും അപകടം വരുമ്പോഴല്ലേ കൂട്ടുകാരെ സഹായിക്കേണ്ടത്. കൂട്ടുകാരെന്ന് വെച്ചാൽ പുഷ്പേട്ടന്റെ ജീവനാണ്. തിരിച്ചു അത് അങ്ങനെ തന്നെയാണ്. നീയാണ് അവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഈ ബന്ധം ശരിയാവൂല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? കഴിഞ്ഞ ആഴ്ച രാത്രി 10-10 ആയപ്പം വെള്ളം അടിച്ച 4 കാലേ പോയെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. എനിക്കാണെ കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോയി. അച്ഛ, ഈ ബന്ധത്തിന് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നിനക്കൊന്നും മനസ്സിലാവൂല. കുറെ ദിവസമായി അച്ഛൻ പുഷ്പേട്ടനെ കുത്തി സംസാരിക്കുന്നത്. പിന്നെ പുഷ്പേട്ടൻ കുടിക്കുന്ന കാര്യം അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഞാൻ ഫോൺ വിളിക്കുന്നതാണ് അച്ഛന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഫോൺ വിളിക്കണില്ല. ഡി
മോളെ ഷീജെ, നീ ഉണ്ടല്ലോ. ഹലോ. നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അമ്മ, ഞാൻ വഴക്ക് പറഞ്ഞതാണോ? ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ പുഷ്പരാജൻ തലവേദനയായി മാറുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്തായാലും ശരിയായില്ല. ഒരു വിഷമം പറയാൻ വിളിച്ച ഇങ്ങനെയാണോ പറയുന്നേ? നിന്നോടല്ലാതെ വേറെ ആരോടാ അവള് സങ്കടം പറയേണ്ടത്? അമ്മേ, അത് ഹലോ മോളെ. ഹലോ അച്ഛ, അച്ഛ ക്ഷമിക്കച്ച, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അച്ഛ. സോറി അച്ഛ, പ്ലീസ് അച്ഛ. സാരമില്ല. സോറി പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ മോളെ ഉണ്ടായത്? നീ കരയല്ലേ? നീ പറഞ്ഞ പോലെ അവൻ നാളെ ഇങ്ങ് വന്നോളൂ. വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. നീ വിഷമിക്കാതെ കിടന്നുറങ്ങ്. നാളെ രാവിലെ ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛാ, പിന്നെ നന്ദൂട്ടിന് നാളെ വാക്സിൻ എടുക്കണമായിരുന്നു അച്ഛാ. ഒരു 500 രൂപ കാണുമോ? ഞാൻ തരാം മോളെ. നാളെ മതിയോ? നാളെ മതി അച്ഛാ. നാളെ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിത്തരാം. അതോ മോക്ക് നേരത്തെ വേണോ? നാളെ മതി അച്ഛാ. ശരി മോളെ. മതി. നിങ്ങൾ വിചാരിക്കണമെന്നല്ലോ ഡോക്ടറെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്താണ് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ കൊണ്ട് എനിക്കാണ് സാറേ ബുദ്ധിമുട്ട്. ഒരു ലോജിക്കില്ലാത്ത കുറേ മനുഷ്യർ. മനസ്സിലായി. പേരെന്താ? പേര് ലക്ഷ്മണൻ. പേര് രാമാനുജൻ. ഞാൻ പിന്നെ എന്താ രാമൻ്റെ അളിയൻ്റെ പേരാ പറഞ്ഞത്. രാമാനുജൻ, അതായത് ലക്ഷ്മണൻ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സാറേ? തെറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ രാമാനുജ. രാമാനുജന്റെ ബുദ്ധിമുട്ട് എന്താ പറയൂ. ബുദ്ധിമുട്ട് ഡോക്ടറെ, എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ. ലോജിക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയും. ഞാൻ കണ്ടില്ല ഒരുത്തൻ. ഓ ശരി ശരി, മനസ്സിലായി. രാമാനുജന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണം മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ കാര്യം പറയട്ടെ. ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാനുജൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട് ഡോക്ടറെ? ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആശാനെ, അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ. ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാനുജന്റെ ഫയൽ ഓപ്പൺ ആണ്. ഇതാ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കണം. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ എല്ലാ അസുഖം മാറും. ഈ ഡോക്ടർ ആൾ മുടിക്കനാവും. ഹലോ ഹലോ, എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു അച്ഛാ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ അപ്പൊ വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവന്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. അച്ഛാ, പുഷ്പേട്ടൻ വന്നച്ചാ. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ. മോനെ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ്
ഇനിയിപ്പോൾ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടിൽ ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം. ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ചോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ, മോഹനോട് സ്ഥിരം നടക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള ദൂശ്യമൊന്നും എനിക്ക് നേരത്തില്ല. പിന്നെ എന്താ ഇവിടെ? അല്ല, ഞാൻ ആശാനെ കാണാൻ തന്നെ വന്നാണ്. എന്താ കാര്യം? ആശാനെ പണച്ചാക്ക് നേടണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ. ആ, എന്നാൽ ഞാൻ അങ്ങനെ ആളെന്ന് കണ്ടെന്ന് മാത്രമല്ല, ആശാന്റെ വീട് സ്ഥലം ഞാൻ കച്ചവടമാക്കിയിട്ട് വരുന്നത്. രഹസ്യം പാർട്ടി എന്ന് പറഞ്ഞാൽ രഹസ്യം പാർട്ടിയാ. ഇനി എഴുത്തുത്ത് എന്ന് നടത്താന്ന് മാത്രം ആശാൻ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം കറണ്ട് പോലെ ടക്കിനെന്ന് നടത്തും. എന്റെ വീട് സ്ഥലം കൊടുക്കാൻ പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? പുഷ്പരാജൻ. ആശാനെ വരുമോൻ, അല്ലാതെ ആര് പറയാൻ? പുഷ്പരാജൻ. നീ അല്ലാതെ അവന്റെ വാക്കും കേട്ട് ഇറങ്ങുമോ? നീ നോക്കിക്കോ, നിന്നെയും കൂടെ അവൻ തൂക്കി വിറ്റുകളെ. അമ്മാതിരി മോലാവൻ. ഞാൻ പറഞ്ഞത് ആശാന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 4.5 സെന്റും വീടൂല്ലേ പനവിള മുക്കിലുള്ളത്. അതാണ്, അല്ലാതെ ആശാൻ താമസിക്കുന്ന വീട് സ്ഥലം കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കേട്ടാ അത് കൊടുക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞത്? ഇല്ല, ഞാൻ കേട്ടില്ല. പക്ഷെ പുഷ്പരാൻ പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ധാരണയിൽ എത്തിയെന്നാണ് പറഞ്ഞത്. അല്ല, എന്തായാലും ആശാൻ മൂത്തം കൊടുക്കാനുള്ളതല്ല. ഓ ആശാനെ നിന്നെ ഓക്കെ, അങ്ങോട്ടിരിക്കുക. എനിക്ക് നടന്ന് സംസാരിച്ച് ശ്വാസം കിട്ടൂല. പിന്നെ ഈ മണ്ണും കൂടി ആകുമ്പോഴേ കാലിലെ മസിൽ പിടിക്കും. ഓ പോയിരി ബാ. ആശാനി തിരുവാതിര നിർത്താമോ? കാര്യം പറവന്നു. മോഹന, എന്റെ മോക്ക് എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പുഷ്പരാജൻ പറയുന്ന കണക്കിനല്ല ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആശാൻ എടുത്തടിച്ചിങ്ങനെ പറയല്ലേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് സമാധാനമായിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാനതൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പാർട്ടിനെ പിടിച്ചെടുത്തിക്കോളാം. ഇതിലിപ്പോൾ ആലോചിക്കാനും തീരുമാനിക്കാനൊന്നുമില്ല. നീ ആ പുഷ്പരാജന്റെ കാര്യം പറഞ്ഞ എൻ്റെ പിറകെ വരരുത്. നീ ചെല്ല്. എല്ലാം ശരിയാന്ന് ഒരുമാതിരി കരപ്പനടിച്ച് തോർത്തുപോലെയല്ല. ആശാൻ ഇതുപോലെ ഒരു പാർട്ടിനെ ഒത്തിട്ട പാടാണ്. ഇതാകുമ്പോൾ ടെക്കിന് കാര്യം നടക്കും, ചോദിക്കണ കാശും കയ്യിലിരിക്കും. ആശാൻ ഒന്നുകൂടി
ഞാനേ 2 റൗണ്ട് കൂടെ നടന്നിട്ട് വരാം. നീ പോവല്ലേ? ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് ദേഹമൊക്കെ തണുപ്പിച്ചിട്ടേ പോണുള്ളൂ. ഓ അതെ, നടക്കുമ്പോൾ മനസ്സിരുത്തി ആലോചിച്ചിട്ടേ മാറ്റമുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ കുറച്ചായിട്ട് വിളിക്കാം. ഹലോ ബോറൻ സാറല്ലേ? റൂബൻ സാറല്ലേ? ഞാനാ മോനാ. മോഹനാണ്. അത് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായില്ലേ? ഓണർ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ വരെ പോയേക്കണേ. വന്ന ടക്കനെ നമുക്ക് നീക്കമൊക്കെ ഉണ്ടാക്കാം. ശരി സാറേ, ഓക്കെ. ആ ചേച്ചി, നീ വിളിച്ചിരുന്നല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നടാ നിന്നെ. എന്താ ചേച്ചി വിശേഷിച്ച്? എടാ റീനമോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ നാളായില്ലേ അവള് നിന്നെ വിളിച്ചിട്ട്. നീ ഫോൺ കട്ട് ചെയ്യ്, ഞാൻ നിന്നെ വീഡിയോ കോളിൽ അങ്ങോട്ട് വിളിക്കാം. ശരി ചേച്ചി. ഫോൺ വെച്ചോ. ഇതാ മോളെ, അച്ഛനാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ജോലി കുഴപ്പമില്ല അച്ഛാ. നീ എത്ര ദിവസമായിരുന്നു വിളിച്ചിട്ട്? ഞാൻ വിളിക്കുമ്പോൾ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതല്ലേ? അച്ഛാ, എനിക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല, അതാ വിളിക്കാത്ത. നീ എന്നെ വിളിക്കണ്ട, ഗിരിജാൻ്റെ ഒന്ന് വിളിച്ചുകൂടെ? നീ ജീവിച്ചിരിക്കുന്നെങ്കിലും ഒന്ന് എനിക്കറിയണ്ടേ? വിളിക്കാം. എത്ര നാളെന്ന് വെച്ചിട്ടാ മോളെ നീ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ? നാട്ടിലോട്ട് വരുന്ന കാര്യം മോളെന്തെങ്കിലും തീരുമാനിച്ചോ? മോക്കവിടെ സുഖമാണോ? സുഖാണ്. അച്ഛന് സുഖമാണോ? അച്ഛന് സുഖമാണ്. അച്ഛാ, ക്യാബ് വരാറായി. ഞാൻ ഗിരിജാൻ്റെ കൊടുക്കാം. ഇടയ്ക്ക് വിളിക്കണം മോളെ കേട്ടാ? ശരി അച്ഛാ. സന്തോഷമായിട്ടിരി. ശരി മോളെ, ഡീ പോയാലും നീ ഇടയ്ക്ക് വരില്ലേ? വരുമല്ലോ. ശരി, വരാം. നീ സമാധാനമായിട്ടിരിക്കടാ. ഒന്നുമില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി അവളെ കാണില്ലേ? ചേച്ചി അവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം ചേച്ചി. നീ വിഷമിക്കണ്ടടാ, ഇപ്പൊ പഴയതിനൊക്കെ മാറ്റമില്ലേ? നീ വെയ് ഫോൺ, ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ശരി ചേച്ചി. ആശാനെ, എവിടെ പോയി കിടക്കായിരുന്നു തന്നെ രാമാനുജ? തേങ്ങ എല്ലാം കിടന്ന് കൊപ്രയായി കാണും. ഈ മാസത്തെ വെട്ടൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. ആശ ഇത് കണ്ട നാഗർകോവിൽ ലോഡും കൊണ്ടുപോയത്. ലോഡും എടുത്തുകൊണ്ട് ഇറങ്ങി നടന്നു പോയി കണക്കുന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ച എല്ലാം കൂടെ ഒടുങ്ങി ഇറങ്ങി പോയെന്ന്. ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ല കേട്ടാ, പക്ഷെ നീരും വേദന സഹിക്കാൻ വയ്യ. പക്ഷെ ഞാൻ ആലോചിക്കണം അതല്ല ആശാനെ, ഈ ഒരു മാസമായിട്ട് നീര് പറയാത്ത ലോജിക്ക് എന്തിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എണ്ണ ഇട്ട പിടിച്ചാൽ അതങ്ങ് മാറിക്കോളും. അതിനും കൂടെ ആണല്ലോ ഞാൻ വന്നത്. ഒരു പിടി പിടിക്കണം. തേങ്ങ എടുക്കണം. തേങ്ങയൊക്കെ പിന്നെ എടുക്കാം, നമുക്ക് വാ ഊണ് കഴിക്കാം. അത് നല്ല കാര്യം. നിനക്കിന്ന് പോകണ്ടല്ലോ. അയ്യോ പോണം, പെണ്ണും മുള്ളും ചെറുക്കനോട് ഒറ്റയ്ക്കേ ഉള്ളൂ. വാടേ. എവിടം വരെ പുഷ്പരായ? എന്തായി പുഷ്പരായ? സംഭവം നടക്കൂല. ആശ മാങ്ങ കണ്ടിക്കെടുക്കണില്ല. സംസാരിച്ച് നാക്കിന് ഡയഫ്രം വലിഞ്ഞു തോന്നണം. എന്നിട്ട് കിളവൻ എന്താ പറയണത്? എന്ത് പറയാൻ? ഈ വീട് സ്ഥലം വെക്കാൻ പുള്ളിക്ക് ഒരു ഉദ്ദേശമില്ല, അത്ര തന്നെ. നാശം. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ വന്ന പാർട്ടിനെ പിന്നെ കിട്ടണമെന്നില്ല. എന്തെങ്കിലും ടക്കിനെ ഇതാ കാര്യം നടക്കും. അയാൾ മഴ പറഞ്ഞുണ്ടാക്കിയ സ്ഥലമല്ലേ, കെട്ടിപ്പിടിച്ചിരിക്കട്ടെ. കിളവൻ കളരിയായി പോയി. അല്ലെങ്കിൽ കൂമ്പിനിട്ട് കുത്തും കൊടുത്ത് പണ്ട ഞാൻ ആ സ്ഥലം എഴുതി വാങ്ങിയേനെ. അങ്ങനെ അക്രമത്തിനായിട്ട് പിടിക്കും പോകേണ്ട പുഷ്പരാജ്. നമുക്ക് സമാധാനത്തിന്റെ വാദം മതി. നീ ആശാനോട് സംസാരിച്ചു നോക്കി. ആവശ്യം നിന്റെ അല്ലേ? ഇടത് കിട്ടിയിട്ടുണ്ട് നിനക്ക് ആ കടക്ക് അഡ്വാൻസ് കൊടുക്കാൻ. ഇതാ പോസ്റ്റ് കണ്ട, അതിനോട് പറഞ്ഞാൽ പിന്നെയും കേൾക്കും. എന്നാൽ ഇയാൾ കേൾക്കൂല, പന്നയാണ് പന്ന. നിങ്ങളെ അമ്മായച്ചനും മരുമോനും അല്ലേ? അമ്മായച്ചൻ എങ്ങനെങ്കിലും പിടിച്ച് കുപ്പിയിലാക്കട പുഷ്പരാജ, കാര്യം നടക്കണ്ടേ? ഓ ദേ വരുന്നു, ഇതൊന്ന് കുടിച്ചോട്ട്.
എന്തായാലും പാർട്ടിയെ വിടണ്ട, ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ. അണ്ണാ അതേ ക്ലാസ് പറ്റിലിരിക്കും. എനിക്ക് മാത്രമല്ലടി, നിന്നെ കൂടെ കൂട്ടാനാ ഞാൻ ഉണ്ടാക്കുന്നത്. കുറെ നാളായില്ലേ ഞാൻ നിന്റെ അടുത്ത് പറയണു സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്തയുടെ അടുത്ത് പറയാൻ. ഇതുവരെ പറഞ്ഞില്ല അല്ലടി. എന്തടി നിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കണം. എന്റെ വസ്തു കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ലേ? തന്നെടി ഞാൻ കഴിവട്ടം തന്നെടി. കഴിവ് നീ കാണാൻ കിടക്കുന്നതല്ലോടി. കഴിവില്ലാത്തവന്റെ കൂടെ എന്തിനടി നീ ഇറങ്ങി വന്നത്? സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്നടുത്ത് പറയൂ നീ. പറയൂന്ന് എന്തടി മിണ്ടാത്ത്? വാ തുറന്ന് പറയടി, പറയടി വാ തുറന്ന്. തന്റെ മൂടും കൂടി പറഞ്ഞ് കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട് കേട്ടേ. ഓളെ കള്ളക്കരച്ചില് നിന്റെ തന്തയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്തിനാ കരയുന്നേ? നന്ദൂട്ടാ എന്താണ് പ്രശ്നം? അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? വാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? അങ്ങനെ കാണാനായിട്ട് 4 ദിവസം അയച്ചാ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞെന്താ? അപ്പുറത്തോട്ട് പോയെന്നല്ലേ? അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിലും പുഷ്പേട്ടനെ കണ്ണെടുത്ത കണ്ടുവിടല്ലോ. അപ്പോൾ ഞാൻ തന്ന 5 ലക്ഷത്തിന് തീരുമാനമായല്ലേ? കയ്യിലെ കാശ് ഇരുമ്പോൾ നൂല് പിടിച്ചോലെ അവനിങ്ങ് വന്നോളും. പണ്ട് അവനിങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു തവണയല്ലേ പോയിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം കൂടെ നോക്കാം, അല്ലെങ്കിൽ പോലീസിലൊരു പരാതി എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടാ വന്നത്. ഇവിടത്തെ അഡ്രസ്സാ കൊടുത്തത്. എനിക്കല്ലെങ്കിലും അഡ്രസ്സും ഒന്നുമില്ലല്ലോ. അഡ്രസ്സ് ഉണ്ടാക്കാൻ കൊടുത്ത കാശ് കൊണ്ടാണല്ലോ അവൻ മുങ്ങിയത്. എന്റെ കഷ്ടകാലം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ. എല്ലാവർക്കും കഷ്ടകാലം വരും, പക്ഷെ എനിക്ക് വരുമ്പോ മാത്രം ലോറി പിടിച്ചു വരും, ലോഡ് കണക്കിന്. ഞാനിപ്പോ എന്ത് പറയാൻ? അവന്റെ കാര്യം എന്തായാലും പോലീസുകാർ നോക്കിക്കോളും. നീ ഒന്ന് അടങ്ങ്. അതല്ല അച്ഛാ, പുഷ്പേട്ടന്റെ കയ്യിലെ കാശ് പിടിച്ചെടുക്കാൻ അങ്ങേരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്തോ എനിക്ക് പേടിയാവുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അവനായിട്ട് ആരെങ്കിലും പോയി ഉപദ്രവിച്ചാലോ? നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വിശന്നിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? നല്ല വറുത്തരച്ച മീൻകറിയൊക്കെ കൊണ്ട് വേണേ. പുഷ്പേട്ടനെ കണ്ടു കിട്ടുന്നവരെ ഞാൻ ജലപാനം കഴിക്കൂല. മോനെ നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ കാണിച്ചതേ എനിക്ക് വേണ്ട. നേരമായി. കഴിക്ക. നീ അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ? ഒന്നും കഴിക്കില്ല അച്ഛാ, ഇരിക്കുന്ന കണ്ടില്ലേ അവൻ. എനിക്ക് വേണ്ട. ഒരുരുള കഴിക്കും മോനെ. എനിക്കിപ്പോ വേണ്ട. അച്ഛ ഇത് ആർക്കാ ചോറെടുക്കുന്നേ? ഇവിടെ 3-4 പൂച്ചകളുണ്ട്. രാത്രി കിടക്കാൻ നേരം ജനലിന്റെ അവിടെ വരും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്കിതൊക്കെ തന്നെയല്ലോ ഒരു രസം. അല്ലാതെ എന്താ? നിനക്ക് വേണ്ട എന്നാ കഴിക്ക. ചോറ് മാത്രമെങ്കിലും കഴിക്കടാ. ഞാനത് കൊടുത്തോട്ടെ. കഴിക്കടാ. എനിക്ക് വേണ്ട. മോനെ നീ അടി വാങ്ങിക്കും കേട്ടോ. ഇതാണ് ആള്. നിങ്ങളാണ് ഈ രവീന്ദ്രൻ? അതെ സാറേ. എന്താ? നമ്മൾ ഈ മണ്ണാമല സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. പുഷ്പരാജനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. പുഷ്പരാജനെ കാണാനില്ല, അതൊക്കെ ശരി തന്നെ സാറേ. പക്ഷെ പരാതി കൊടുത്ത ഞാനല്ല, എൻ്റെ മോളാ. നിങ്ങൾ പുഷ്പരാജൻ ആരാ? എൻ്റെ മോളുടെ ഭർത്താവാണ്. പിന്നെ എന്താ ഈ പരാതി കൊടുത്തത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല പരാതി കൊടുത്തത്, മോളാ. സാധാരണ ഇങ്ങനെ പോവാറുണ്ടോ മൂപ്പർ? പിന്നല്ലാതെ, അവന്റെ സ്ഥിരം പരിപാടിയാണ് സാറേ ഇത്. വരാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ മോക്ക് അത്രയും അടിയും തൊഴിയും കുറച്ച് കൊണ്ടാൽ മതിയല്ലോ. നിങ്ങൾ ആ ഷീജയെന്ന് വിളിച്ചാണ്? മോളും പുഷ്പരാജനും ഇവിടെ അല്ല താമസിക്കുന്നത്. അവള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ വീട്ടിലോട്ട് പോയി. ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ സാറേ. ഈ ഷീജ ശരിക്കും നമ്മുടെ ശേഷം വരുന്നില്ല വരുന്നത്? പിന്നെ അതല്ല ഒരു പരാതി. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഫോൺ നമ്പർ തരാൻ പറ്റുമോ ഷീജരെ? തരാം സാർ. പറ. 98 46 14 15 15 20. ആ 20. ഇയാളുടെ ജോലി എന്തായിരുന്നു? അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സാറേ. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ചിലപ്പോൾ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും. വരേണ്ടി വരും കേട്ടാ. സാറേ, അയാൾ എന്തായിരിക്കും അവിടെ കുഴിച്ചിട്ടുണ്ടാവുക? നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എടാ പട്ടാ പകൽ ആരെങ്കിലും കുഴിച്ചിടും? വെറും മണ്ടത്തരം പറയല്ലേ. സാറൊന്ന് ആലോചിച്ച് നോക്ക്. രവീന്ദ്ര,
അവിടെ എന്താ കുഴിച്ചിട്ട്? ഇതൊരു ചത്ത പട്ടിയാണ് സാറേ. ചത്ത പട്ടിന്ന് ഇതിലെന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതല്ലേ അവിടെ കുഴിച്ചിട്ടത്? അയാൾ ആളത്ര പഠിപ്പല്ല സാറേ. ഡേയ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം എന്തിനാണ്? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താണെന്ന് പറ. സാറേ, എൻ്റെ മോള് കവിതയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കാലന് കെട്ടിക്കൊടുത്താലും ഇവന് കെട്ടിക്കൊടുക്കൂല. സാറേ, എന്നെ പോലെ നല്ല മാന്യായ പയ്യനല്ലാതെ ഇങ്ങനെ വേറെ ആരെങ്കിലും കിട്ടുമോ? മാമൻ എങ്കിൽ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറിയിക്ക് കേട്ടാ. നിങ്ങളുടെ കവിതയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എത്തും രണ്ടുപേരും കൂടെ കേട്ടാ. അങ്ങോട്ട് മാറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? വിരേറ്റ് കയറി വാ മോനാ. അവിടേക്ക് മോനാ. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വേണം. പറയാം സാറേ, പറയാം. അപ്പോൾ ഈ പുഷ്പരാജനും മോഹനും തമ്മിൽ എന്താണ് പാട്? അത് ഈ പുഷ്പരാനി അടുത്ത് ഞാനൊരു കടമുറി ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഇടപാടില്ല സാറേ. അത് ശരിയല്ലല്ലോ മോനാ. ഇല്ല സാർ. പുഷ്പരാജന്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ ഭയങ്കര അട്ടയും ചക്കരയും പോലെ അടത്താൻ പറ്റാത്ത ബന്ധാണെന്നാണല്ലോ. അങ്ങനെ വെച്ചാ മോനാ, എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കാൻ കള്ളം പറയുന്നു. കള്ളോ? ഞാൻ അത് പോട്ടെ മോനാ. അപ്പോ ഈ കടമുറിയുടെ വാടകയും എഗ്രിമെന്റ് എല്ലാം എങ്ങനെയാണ് സെറ്റിലാക്കിയത്? സാർ, എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആളായിട്ട് ചെന്ന്. അപ്പൊ പൈസ ആയിട്ട് പുഷ്പരാജൻ വരാന്ന് പറഞ്ഞിട്ട് പുഷ്പരാജൻ വന്നില്ല. പിറ്റേ ദിവസമാണ് അറിയണത് പുഷ്പരാജൻ പൈസ ആയിട്ട് മുങ്ങിന്നുള്ളത്. ആര് പറഞ്ഞു മുങ്ങി? ആര് പറഞ്ഞു മുങ്ങിന്നുള്ളത്? മറ്റേ രവിയാശാൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. പുഷ്പരാജന്റെ മാമൻ അമ്മായച്ചൻ. രവിയാശൻ എനിക്ക് നേരത്തെ അറിയാവോ? രവിയാശൻ ഇതുപോലെ തന്നെ രവിയാശന്റെ വീട്ടില് തലക്കച്ചവടം പറഞ്ഞ പുഷ്പരാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോ രവിയാശാൻ പറഞ്ഞ് ഇപ്പൊ സ്ഥലമൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങള്. ഈ പുഷ്പരാജന മോഹൻ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ? അത് ഞാൻ അവസാനമായിട്ട് കണ്ടത് മറ്റേ ഒരു രവിയേട്ടൻ്റെ വീട്ടില് എന്തോ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യന്റെ ബൈക്കിന്റെ പുറകെ കയറി പോയി. അതാണ് ബൈക്ക് ഒരു ഫുട്ബോൾ കളിക്കണ പയ്യന്റെ പിറകിലാണ് പേര്. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ അവന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സാറേ. എന്തൊരു മറവിയുടെ ഇത്ര ആലോചിക്കാൻ എന്തൊരു എന്താണ് സാർ അവന്റെ പേര്? മറ്റേ എന്നോടോ? റൊണാൾഡോ. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ റൊണാൾഡോ എന്ന് എഴുതിയിട്ടുണ്ടായി. ഇവ എന്തൊരു തേങ്ങയുടെ പറയണ. ഈ പുഷ്പരാജനെ രവിയാശന്റെ വീട്ടിൽ പോയത് ഈ അവിടുത്തെ കടമുറിയുടെ അഡ്വാൻസ് വാങ്ങാനാണെന്ന് നിനക്കറിഞ്ഞൂടെ? എനിക്കറിയില്ല സാറേ. ഡേ മോനെ, നീ സത്യം പറയടാ മോനെ. സാറേ, കുറച്ച് വെള്ളം തരും സാറേ. കുറച്ച് വെള്ളം കൊടു. പിന്നെന്താ? കുടി. നീ സാവകാശം കുടിച്ചാ പയ്യെ കുടിച്ചാൽ മതി. കുടി, പയ്യെ കുടി. കുടിക്കണേക്കെ കൊള്ളാം, പക്ഷെ നീ സത്യം പറയണം. പറയാം സാറേ. സാറേ, ഞാൻ താമസിക്കണ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ സത്യസന്ധനായിട്ട് സ്വഭാവമുള്ളവർത്തും താമസിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. നീ ആരെ കാര്യോടെ ഈ പറയണത്? എൻ്റെ കാര്യം തന്നെയാണ് സാറേ. അപ്പോൾ ഇത്ര സത്യസന്ധനായി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുഖത്ത് കള്ളം പറയൂ സാറേ. നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്നാടേ. ബൈക്കിൽ ആര് പോയി ആ പുഷ്പരാജനെയും കൊണ്ട്? അത് പറ. റൊണാൾഡോ. വലിച്ചിടക്കണം. എന്റെ സാറേ, ഇവൻ നാടകം കളിക്കുന്നു. നാടകം പോലീസ് സ്റ്റേഷനിൽ എടുക്കല്ലേ? 10:30 മണിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ ബൈക്കിന്റെ പിറകെ ഇത്രയും തുക പുഷ്പരാജ് ഒറ്റയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ മോന വിശ്വസിക്കാൻ പാടാ. മനസ്സിലായില്ലേ? അന്നവൻ നിന്റെ ബൈക്കിന്റെ പിറകെ ഇരുന്ന് പോയത് കണ്ടവരുണ്ട്. സാറിന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അത് നന്നാക്കാൻ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാറേ എന്റെ വണ്ടിയുടെ പുറകെ കയറി പോണത്? സാറേ, ഇവൻ മോന സത്യം പറ. സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. എന്തോന്ന്? ഞാനല്ല ഇത് ചെയ്തേക്കണത്, മറഡോണ. എന്റെ മുഖത്ത് നോക്കി കുറച്ച് വെള്ളം കൊണ്ടാ. മതി പറ.